കൂട്ടുകാരെ, എന്റെ പേര് കാശ്നാഥൻ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു 3D പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 5D പ്ലാനർ എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇത് മൊബൈലിനും കമ്പ്യൂട്ടറിനും വർക്ക് ചെയ്യുന്നതാണ്. കൂട്ടുകാരെ, നമ്മൾക്ക് ഇനി 3D പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാലോ? കൂട്ടുകാരെ, നമുക്ക് 3D പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായി സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിളിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് മെയിൽ ഐ ഡി വേണം എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് അതിനുശേഷം കാണാനാവുന്നതാണ്. ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പാനൽ. ഇവിടെ 3D വേണോ 2D വേണോ കാണാൻ എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഫുൾ സ്ക്രീൻ ആക്കാനാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കി. അതിനുശേഷം നമ്മൾക്ക് ഇവിടെയാണ് നമ്മളുടെ ഒബ്ജക്ട്സ് ഒക്കെ കാണാനാവുന്നത്. ഞാനിപ്പോൾ സൂം ഇൻ ആണെങ്കിൽ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു റൂം ഉണ്ടായത് കൊണ്ട് ഞാൻ വേറെ റൂം സെലക്ട് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഡോർസും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വിൻഡോ വേണോ, ആർച്ചസ്, ഡോർസ്, പാർട്ടീഷൻ, സ്റ്റെയർസ്, അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡോർസ് സെലക്ട് ചെയ്തു. അതിനുശേഷം റൂം ഡോർസ് വേണോ, എൻട്രി ഡോർസ് വേണോ എന്നിവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൂം ഡോർസ് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾക്ക് 3 തരത്തിലുള്ള ഡോർസ് ആണ് അൺലോക്ക് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം പൈസ കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ഡോർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഡോർ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം ഇവിടെയാണ് ഫർണിച്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കാണാനാവുന്നത് ബെഡ്സ്, സ്റ്റോറേജസ്, ടേബിൾസ്, സ്റ്റെയർസ്, ഓഫീസ് ഫർണിച്ചേഴ്സ്, കർട്ടൻസ്, ബ്ലൈൻഡ്, അങ്ങനെ കുറെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബെഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം സിംഗിൾ ബെഡ് ഉണ്ട്, ഫുൾ ക്യൂൻ ആൻഡ് കിങ് ബെഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ ബെഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ അൺലോക്ക് ആയിട്ടുള്ള ഒറ്റ ബെഡേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ബെഡിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഈ ബെഡ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് വെക്കാനാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചു. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സ്റ്റീരിയറിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എക്സ്റ്റീരിയറിൽ നമുക്ക് പൂൾ സെറ്റ് ചെയ്യാം, ലൈറ്റിംഗ്, ഗ്യാരേജസ്, അങ്ങനെ കുറെ ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാരേജസിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ 3 ഒബ്ജക്ട്സ് ആണ് അൺലോക്ക് ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഇത് ഡ്രാഗ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാനാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നേരത്തെ ഉപയോഗിച്ച ഒബ്ജക്ട്സ് ഒക്കെ കാണാനാവുന്നതാണ്. അതിനുശേഷം താഴെയായി നമ്മൾക്ക് നമ്മൾ ഫേവറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒബ്ജക്ട്സ് ആണ് കാണാനാവുന്നത്. നമുക്ക് ഇവിടെയായി ഒരു ഫ്ലോറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആഡ് ന്യൂ ഫ്ലോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അടുത്ത ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ഫ്ലോറിൽ നമുക്ക് നേരത്തെ പോലെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, ഞാൻ സെക്കൻഡ് ഫ്ലോറും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിന്റെ 3D കാണാനാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു. കൂട്ടുകാരെ, ഇതാ നമ്മൾ ഡിസൈൻ ചെയ്ത വീടിന്റെ 3D വ്യൂ കാണാനാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന ഓപ്ഷനിൽ നിന്ന് സ്റ്റെയർ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തില്ല. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രോജക്റ്റ് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഷെയർ പ്രോജക്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ലിങ്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തു. കൂട്ടുകാരെ, നമ്മൾ ഇതാ നമ്മുടെ 3D പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുകാരെ, ഞാൻ ചെയ്ത 3D പ്ലാൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. നിങ്ങളും നല്ല നല്ല 3D പ്ലാൻ ചെയ്യത്തില്ലേ? ഞാൻ ഇനിയും പുതിയ വീഡിയോകളായി വരാം.